നമസ്തേ, ഞാൻ മായ ജയമോഹൻ. ഈ വീഡിയോയിൽ 2025 സെപ്റ്റംബർ മാസം 23-ാം തീയതി ഉണ്ടാകുന്ന ബുധൻ്റെ രാശിമാറ്റത്തിൻ്റെ ഫലമായിട്ട് 12 രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ബുധൻ ഗ്രഹങ്ങളുടെ രാജകുമാരനാണ്. നമ്മുടെ ബുദ്ധിയുടെയും സംസാര കഴിവ്, അതായത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതിൻ്റെ എല്ലാം ആളാണ് ബുധൻ എന്ന് പറയുന്നത്. എഴുത്ത്, വിദ്യാഭ്യാസം, ഇതിൻ്റെ എല്ലാം ആളാണ് ബുധൻ. അപ്പോൾ ഈ ബുധൻ ഇപ്പോൾ ഈ രാശിമാറ്റത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. എന്തെന്നാൽ ബുധൻ ചിങ്ങം രാശി ബുധൻ്റെ മിത്രരാശി തന്നെയാണ്. അതിൽ നിന്നും സ്വന്തം രാശിയായിട്ടുള്ള കന്നി രാശിയിലേക്ക് ബുധൻ മാറുകയാണ്. കന്നിരാശി ബുധനെ സംബന്ധിച്ചിടത്തോളം ബുധൻ ഉച്ചനാകുന്ന രാശിയാണ്. അതുപോലെ തന്നെ മൂലത്രികോണ ക്ഷേത്രവും കന്നിരാശിയാണ്. അപ്പോൾ ബുധൻ്റെ വളരെ പ്രിയപ്പെട്ട സ്വന്തം വീട്ടിലേക്ക് ബുധൻ പരമോച്ചത്തിൽ വരുന്ന ബുധൻ്റെ സ്വന്തം രാശിയിലേക്കുള്ള ബുധൻ്റെ സംക്രമണമാണ് ഈ സെപ്റ്റംബർ മാസം 23-ാം തീയതി ഉണ്ടാകുന്നത്. ബുധൻ സാധാരണയായിട്ട് 18 മുതൽ 21 ദിവസം വരെ ഒരു രാശിയിൽ ഉണ്ടായിരിക്കും. ബുധൻ എല്ലാ വർഷവും 3 തവണയെങ്കിലും വക്രത്തിൽ സഞ്ചരിക്കും. വക്രത്തിൽ സഞ്ചരിക്കാതിരിക്കുമ്പോഴാണ് 18 മുതൽ 21 ദിവസം ഒരു രാശിയിൽ ഉണ്ടാകുക. വർഷത്തിൽ 3 തവണ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഉറപ്പായും വക്രത്തിൽ സഞ്ചരിക്കും 3 തവണ. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രം കൂടുതൽ സമയത്തിൽ ഒരു രാശിയിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ചിങ്ങം രാശിയിൽ നിന്നും കന്നി രാശിയിലേക്കുള്ള ബുധൻ്റെ സംക്രമണം, ആ കന്നി രാശിക്കകത്ത് കേതു ഇരിക്കുന്നു, അവിടെ സൂര്യനും ഉണ്ട്. അപ്പോൾ അവിടെ ബുധ ആദിത്യ യോഗം എന്നൊരു ഗുണപ്രദമായിട്ടുള്ള യോഗം ഉണ്ടാവുകയുമാണ്. അപ്പോൾ വളരെയധികം പ്രാധാന്യത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു രാശിമാറ്റം തന്നെയാണ് ബുധൻ്റെ ഈ രാശിമാറ്റം. പക്ഷെ ബുധൻ സൂര്യനും കേതുവുമായിട്ട് ചേർന്നിരിക്കുന്നത് എന്നാൽ അത്ര ഗുണവുമല്ല. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, മീനം രാശിയിലേക്ക് ബുധൻ്റെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ മീനം രാശിക്കാർക്കും വളരെയധികം ഗുണപ്രദമാണ് എന്ന് തന്നെ പറയാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 3, 6 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 6-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ മേടൻ രാശിക്കാർക്ക് ബുധൻ യോഗകാരകനായ ഗ്രഹമൊന്നും അല്ല എങ്കിലും കുറച്ച് ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒരു സമയമായിരിക്കും. സഹോദരങ്ങളുടെ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുക, അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് ഗുണപ്രദമായ ഫലങ്ങൾ, അതായത് അവരെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായിട്ട് നമുക്ക് ജോലി കിട്ടുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങളോ എന്തെങ്കിലും ഒരു ഹെൽപ്പ് അവരുടെ ഭാഗത്ത് നിന്ന്, കൂട്ടുകാരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഇത്. അതുപോലെ ത്വക്ക് സംബന്ധമായിട്ട് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതായത് ഡ്രൈ സ്കിന്ന് പോലെയോ ശരീരത്തിലെ ചെറിയ കുരുക്കൾ പോലെയോ ഒക്കെ വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നു. ഓൾറെഡി ത്വക്ക് സംബന്ധമായിട്ട് രോഗം ഉള്ള ആൾക്കാർ, ത്വക്ക് സംബന്ധം മീൻസ് സ്കിൻ ഡിസീസുകൾ, അപ്പോൾ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അത് ചെറുതായിട്ട് വർദ്ധിക്കുന്നതിന്, അതായത് ചെറിയ രീതിയിൽ ആ രോഗത്തിൻ്റെ ഒരു തീവ്രത ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. അതുപോലെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ യാത്രകൾ ആഗ്രഹിച്ചിരിക്കുന്നവർ, വിദേശത്ത് പഠിക്കാൻ പോകാനായിട്ട് കുഞ്ഞുങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ അവർക്കത് സാധിച്ചു കിട്ടും. വിദേശത്ത് താമസിക്കുന്നവർക്ക് ഗുണപ്രദമായ സമയം. അങ്ങനെ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സൗഭാഗ്യദായകമായിട്ടുള്ള ഒരു രാശിമാറ്റം തന്നെയാണ് ബുധൻ്റെ ഈ രാശിമാറ്റം. കാർത്തിക അവസാന 3/4 ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 2, 5 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 5-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. മേടം രാശിക്കാരെ പോലെ തന്നെ ഗുണപ്രദമായിട്ടുള്ള ഫലങ്ങളാണ് ഇടവം രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്നത്. പബ്ലിക് ഇൻട്രാക്ഷനോടുകൂടി ജോലി ചെയ്യുന്ന ആൾക്കാർ, അതായത് കച്ചവടക്കാർ, ടീച്ചർ, അഡ്വക്കേറ്റ്, ഡോക്ടർ, ഇങ്ങനെ ആരോഗ്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ, പഠിക്കുന്ന കുട്ടികൾ, ഇവരെയൊക്കെ സംബന്ധിച്ച് വളരെയധികം സന്തോഷപ്രദമായ സമയം, നല്ല ഗുണപ്രദം. കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിജയം കണ്ടെത്തുന്ന സമയമാണിത്. അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ട് സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതിന് മാതാപിതാക്കൾക്ക് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇൻലോസിൻ്റെ ഭാഗത്ത് നിന്ന്, അതായത് അമ്മാവന്മാർ, കസിൻസ്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും ഗുണപ്രദമായിട്ട് അനുഭവങ്ങൾ, സന്തോഷങ്ങൾ കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയം. കുഞ്ഞുങ്ങൾ ഉണ്ടാകാനായിട്ട് കാത്തിരിക്കുന്നവർക്ക് അത് സാധ്യമായി കിട്ടുന്ന, അതായത് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുന്ന ഒരു സമയം. കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം. 5-ാം ഭാവത്തിലെ ബുധൻ ജ്യോതിഷപരമായ വിഷയങ്ങൾ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക,
നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങൾ, അതിനകത്തോട്ടൊക്കെ താല്പര്യത്തെ കൊടുക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ജോലിയിലിരിക്കുന്ന ആൾക്കാർ, അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതായത് ഓൾറെഡി ജോലി ഉള്ളവരല്ല, ജോലി കാക്ഷിച്ചിരിക്കുന്നവർ, ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ചെറിയൊരു പ്രയാസം, അത് കിട്ടുന്നതിനായിട്ട് ചെറിയൊരു പ്രയാസം ഉണ്ടാകുന്ന ഒരു കാലഘട്ടവും കൂടിയായിരിക്കും ഇത്. അടുത്തത് മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മിഥുനം രാശി അധിപതി ബുധനാണ്. ആ ബുധൻ 4-ാം ഭാവാധിപതി കൂടിയാണ്. അപ്പോൾ ആ ബുധനാണ് 4-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവിവാഹിതനാണ് എന്നുണ്ടെങ്കിൽ വിവാഹം നടക്കുന്നതിന് സാധിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ഒരു കല്യാണം തരപ്പെട്ട് വരുന്നതിന് സാധിക്കുന്ന ഒരു സമയവുമാണ്. അതുപോലെ തന്നെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബം വിട്ട് വിദേശം മീൻസ് ഓവർസീ പോകണം എന്നില്ല, അതായത് കടൽ കടന്നുള്ള യാത്രകൾ, ഫോറിൻ കൺട്രീസിൽ പോകണം എന്നില്ല, നമ്മുടെ കേരളത്തിൽ തന്നെ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവർക്ക് അത് സാധ്യമായി കിട്ടും. അതുപോലെ ഇന്ത്യയിൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നവർ, വിദേശ രാജ്യങ്ങൾ വേറെ ഏതെങ്കിലും കൺട്രിയിലോട്ടോ മറ്റോ പോകുന്നതിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ഒരു നമ്മുടെ താമസ സ്ഥലത്തു നിന്ന് മാറി വേറെ എങ്ങോട്ടെങ്കിലും വല്ല യാത്രകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ട് പോവുകയോ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. കുടൽ സംബന്ധമായിട്ട് എന്തെങ്കിലും രോഗമുള്ള ആൾക്കാർ അവരൊന്ന് കരുതിയിരിക്കേണ്ട സമയമാണ്, അതായത് നന്നായി പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു സമയമാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ രീതിക്ക് അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതായത് ഹെർണിയ പോലുള്ള രോഗങ്ങൾ, ട്യൂബൽ ഓർഗൻസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള സ്ഥലത്ത് അസിഡിറ്റി പോലത്തെ വിഷയങ്ങൾ, അല്ലാതെ മറ്റു വല്ല കുടൽ രോഗങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അതിന് ചെറിയതായിട്ട് അതിനെപ്പറ്റി അങ്ങനെ ഉണ്ടെന്നുള്ള ആൾക്കാർ ഒന്ന് പ്രാർത്ഥനയോടെ, അതല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണുകയോ ഒക്കെ ചെയ്യേണ്ട ഒരു കാലഘട്ടമായിരിക്കും. ഇതിൻ്റെ ഈ രാശിമാറ്റം മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിനകത്ത് സന്തോഷം, സമാധാനം ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ്. സന്തോഷകരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടോ മറ്റോ നേട്ടങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയായിരിക്കും. റിസൾട്ടുകളോ ജോലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും. അതിൽ വൈവ പോലുള്ള കാര്യങ്ങൾ, പരീക്ഷയ്ക്ക് ഇൻ്റർവ്യൂസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് അവിടെ വിജയമുണ്ടാകുന്ന ഒരു സമയവും കൂടിയായിരിക്കും ഇത്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളടങ്ങിയ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 3, 12 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 3-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 12-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ബുധനായതുകൊണ്ട് പുതിയ സംരംഭങ്ങൾ, അതായത് ബിസിനസ് പോലുള്ള കാര്യങ്ങൾ ആരംഭിക്കാൻ ആരെങ്കിലും കാത്തിരിക്കുകയാണെങ്കിൽ ഈ ഒരു 18 ദിവസത്തിന് ശേഷം അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിന് മുന്നേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഉയർച്ച അവിടെ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അതുപോലെ തന്നെ നല്ല പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയമാണ്. വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് നല്ലതായിട്ട് ഗോപാല മന്ത്രാർച്ചന ചെയ്യുന്നതും സൂക്താർച്ചന ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മറ്റു ഇതര മതസ്ഥരാണെങ്കിലും പച്ച നിറത്തിലുള്ള ദ്രവ്യങ്ങൾ, അതായത് പച്ചപ്പട്ട് അല്ലെങ്കിൽ പച്ച സാരികൾ ഇങ്ങനെ മാതാവിനൊക്കെ കൊടുക്കുന്നുണ്ട്. പച്ച നിറത്തിലുള്ള ഇതര ഈ ദാനങ്ങളൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ പച്ച നിറത്തിലുള്ള ചെറുപയർ ആദിയായ സാധനങ്ങൾ ഇങ്ങനെ അതെല്ലാം ദാനം ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രാക്ഷനോട് ജോലി ചെയ്യുന്ന ആൾക്കാർ അവർക്കൊക്കെ എന്തെങ്കിലും നേട്ടമുണ്ടാകും. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും ബുധൻ്റെ ഈ രാശിമാറ്റം. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിയുടെ 2, 12 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 2-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സമയമാണ്. എന്താ പറയുക, കർമ്മരംഗത്തൊക്കെ വളരെയധികം ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും. പൊതുജനങ്ങളുമായിട്ട് സഹകരിച്ച് എന്തെങ്കിലും കൺസൾട്ടൻസികൾ പോലത്തെ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, എന്തെങ്കിലും പബ്ലിക് ഇൻട്രാക്ഷൻ, ബാങ്കിങ്, പ്രൈവറ്റ് ബാങ്കിങ് സെക്ടർ അങ്ങനെയുള്ളവർ, ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രമോഷനോ, ഡോക്ടേഴ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള അവർക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ, ഇങ്ങനെ ഈ പബ്ലിക് ഇൻട്രാക്ഷനുള്ള ആൾക്കാർക്ക്, സംസാരിക്കേണ്ട ആവശ്യമുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, മുന്നേ പറഞ്ഞതുപോലെ ഇൻ്റർവ്യൂസ് പോലുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാനിരിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ വിജയമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത്. ധനപരമായിട്ട് നല്ല പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയം. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഒരു അൾട്ടിമേറ്റ് സമയമായിരിക്കും ഈ ഒരു രാശിമാറ്റം കൊടുക്കുന്നത്.
അടുത്തത് കന്നി രാശിക്കാരാണ്. കന്നി രാശിയാധിപൻ ബുധനാണ്, അതുപോലെ തന്നെ 10ാം ഭാവാധിപതിയും ബുധനാണ്. കന്നി രാശിക്കാരുടെ ബുധൻ കന്നി രാശിയിൽ വന്നിരിക്കുകയാണ്. സൂര്യനും ആയിട്ടൊക്കെ യോഗം ചെയ്തിരിക്കുകയാണ്. ബുധ ആദ്യത്തെ യോഗം ഉണ്ടെന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു. അതിൻ്റെയൊക്കെ ഒരു ഫലം കിട്ടുന്ന ഒരു സമയമാണ്. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നേട്ടമുള്ള ഒരു സമയം, ഗുണപ്രദമായിട്ടുള്ള ഒരു സമയം. പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു രാശിമാറ്റം. കന്നി രാശിക്കാർക്ക് ഏത് രംഗത്തും ഉയർച്ചയുണ്ടാകുന്ന ഒരു സമയം. കച്ചവടക്കാരാണെങ്കിലോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആൾക്കാർ, അതുപോലെ എഴുത്തുകാർ, പ്രബന്ധങ്ങൾ തയ്യാറാക്കുക, ഈ PhD റിസർച്ചൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ച് ഈ ഒരു മാസം വളരെ ഗുണപ്രദമായിരിക്കും. അതൊക്കെ തീസിസൊക്കെ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ അതിലൊക്കെ എന്താ പറയുക, അതൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയം. അതുപോലെ തന്നെ കഥ, കവിത മുതലായവയൊക്കെ എഴുതുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്കും ഇതേപോലെ തന്നെ എന്തെങ്കിലും ഇതൊക്കെ എഴുതി ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുകയാണെങ്കിൽ അതൊക്കെ വൈറലാകുന്നതിനൊക്കെയുള്ള സാധ്യതയുള്ള ഒരു സമയമാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സമയമായിരിക്കും കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു സമയം. കന്നി രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. അടുത്തത് തുലാം രാശിക്കാരായ നക്ഷത്രക്കാരാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 9, 12 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ തുലാം രാശിയുടെ 12ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമായിരിക്കും. തുലാം രാശിക്കാരെ സംബന്ധിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടങ്ങൾ, അതായത് നമ്മൾ എടുക്കുന്ന എഫേർട്ടിനുള്ള ഔട്ട്പുട്ട് കിട്ടുക കുറച്ച് പ്രയാസമുള്ള സമയമാണ്. നന്നായിട്ട് പ്രാർത്ഥന ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് എന്ന് പറയാം. അതായത് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള വിറ്റുവരവ് അല്ലെങ്കിൽ കച്ചവടം കിട്ടണമെന്നില്ല. കൺസൾട്ടൻസികളിട്ടിരിക്കുന്ന ആൾക്കാർ അവരൊക്കെ ഒന്ന് കരുതിയിരിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. കരുതിയിരിക്കുക മീൻസ് നന്നായി പ്രാർത്ഥിക്കുക. ഹിന്ദുമത വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കൃഷ്ണസ്വാമിയെ നന്നായി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഗണപതിക്ക് മോദക നേദ്യം ആദ്യമായവ കൊടുത്ത് തടസ്സങ്ങൾ മാറ്റിയെടുക്കുക. പച്ചപ്പട്ട്, തുളസിയില മുതലായവ കൊടുക്കുക, തുളസി മാലകൾ കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് പച്ച നിറത്തിലുള്ള അലങ്കാരങ്ങൾ കൊണ്ട് ഭഗവാനെ തൃപ്തിപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നേട്ടമുണ്ടാകും. പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ പോലുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനിരിക്കുന്ന ആൾക്കാർ നല്ലതായിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇതര മതവിശ്വാസികൾ അവരവരുടെ മതവിശ്വാസം അനുസരിച്ചും പ്രാർത്ഥിക്കുക. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിയുടെ 8, 11 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 11ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് വളരെ നല്ല ഒരു സമയമാണ്. അതായത് വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. വൃശ്ചികം രാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വളരെ പ്രയാസകരമായിട്ടുള്ള സമയം, ആരോഗ്യപരമായ വിഷയങ്ങൾ, ശത്രുക്കൾ ഉണ്ടായിരുന്ന സമയം. അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നു. കുറച്ച് സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ, അവരുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുന്ന സമയം. അങ്ങനെ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയം, അതായത് ഗുണഫലങ്ങൾ കൂടിയിരിക്കുന്ന സമയം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകൾ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിലും പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ വിദേശത്ത്, അങ്ങനെയുള്ളവർക്കാണെങ്കിലും ഒക്കെ നേട്ടപ്രദമായിട്ടുള്ള ഒരു സമയം. വിദേശത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും സന്തോഷപ്രദമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും ബുധൻ്റെ ഈ രാശിമാറ്റം. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട ധനുരാശിക്കാരുടെ 7, 10 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 10ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഗുണപ്രദമായ സമയമാണ്. വളരെ സന്തോഷപ്രദമായ വാർത്തകൾ കേൾക്കുന്നതിന് സാധിക്കുന്ന സമയമാണ്. എന്നാൽ കുടുംബത്തിനുള്ളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ, വല്ലവൻ്റെയും കാര്യം പറഞ്ഞെങ്കിലും തർക്കം, അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യമാകുന്ന ഒരു സമയമാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും. വിവാഹം നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു കാലതാമസം, അതായത് ഈ ഒരു സമയം കഴിഞ്ഞാൽ മാത്രമേ അത് സാധ്യമായി കിട്ടുന്നതിന് തരമുള്ളൂ. നല്ല പ്രാർത്ഥന ആവശ്യമുണ്ട്. അടുത്തത് മകരം രാശിക്കാരാണ്. മകരം രാശിയുടെ 6, 9 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 9ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു സമയമാണിത്.
അതായത് ജോലി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടുന്ന ഒരു സമയം, ഭാഗ്യാദി വർധനവ് ഉണ്ടാകുന്ന സമയം, അതുപോലെ നമ്മൾ പരീക്ഷകളോ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ അതിനകത്ത് വിജയമുണ്ടാകുന്ന സമയം, നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അതായത് നമ്മുടെ ഏർപ്പെടുന്ന രംഗങ്ങളിൽ ഉയർച്ച ഉണ്ടാകുന്ന സമയം. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരമൊക്കെ കുറച്ച് പ്രയാസങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ അതിലൊക്കെ മാറ്റമുണ്ടാകും. അതുപോലെ തന്നെ പബ്ലിക് ഇൻട്രാക്ഷനോട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല സമയമാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല സമയം. വിദേശത്തിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ നല്ല ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം. വിദേശ യാത്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കും ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ വളരെ നല്ല അതായത് ഈ ഒരു 1 മന്ത് എന്ന് പറയുന്നത് മകരരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സൂപ്പർ ടൈം ആയിരിക്കും. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ 1/4 ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കുംഭരാശിക്കാരെ സംബന്ധിച്ച് അവരുടെ 8, 5 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 8ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. വളരെ നല്ല ഒരു സമയം തന്നെയാണ്. ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടും, അതായത് ആരോഗ്യം മീൻസ് കഫസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, സ്കിന്നുമായിട്ട് തൊലിപ്പുറവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗങ്ങൾ, ഗോൾ ബ്ലാഡർ പോലുള്ള ഓർഗൻസ്, ലിവർ മുതലായവയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും രോഗങ്ങൾ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരൊന്ന് കരുതിയിരിക്കുക. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്ന സമയം. കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തെങ്കിലും സന്തോഷകരമായ അവരുടെ പരീക്ഷാ വിജയങ്ങളോ അല്ലെങ്കിൽ അവരെ കൊണ്ട് അവരുടെ നേട്ടങ്ങൾ, ജോലി ആദിയായ കാര്യങ്ങൾ, സ്വന്തമായിട്ട് തന്നെ എന്തെങ്കിലും പുതിയ ജോലി എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക്, ജോബ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ അൾട്ടിമേറ്റ് സമയമായിരിക്കും. വളരെ നല്ല ഒരു കാലഘട്ടമാണ് കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മീനം രാശിക്കാരുടെ 4, 7 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 7ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഞാൻ മുന്നേ തന്നെ പറഞ്ഞു, മീനം രാശിയിലേക്ക് മൂലക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഉച്ചനായിരിക്കുന്ന ബുധൻ്റെ ദൃഷ്ടിയുള്ളത് കൊണ്ട് മീനം രാശിക്കാർക്ക് ഒരു നല്ല സമയമായിരിക്കും. കുട്ടികളാണെങ്കിൽ പരീക്ഷയ്ക്ക് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിജയം ഉണ്ടാകുന്നതിന് സാധിക്കും, അല്ലെങ്കിൽ അപ്പുറം ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ്. എടുക്കുന്ന എഫേർട്ടിന് തക്കതായ പ്രതിഫലം കിട്ടുന്ന ഒരു സമയം, സന്തോഷകരമായിട്ടുള്ള ഒരു സമയമാണിത്. പരീക്ഷയ്ക്ക്, അതുപോലെ തന്നെ ജോലി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ, ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനിരിക്കുന്നവർ, വൈവ പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് വളരെ നേട്ടങ്ങൾ കൊടുക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു രാശിമാറ്റം, ബുധൻ്റെ ഈ ഒരു രാശിമാറ്റം മീനം രാശിക്കാരെയും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സമയം തന്നെ ആയിരിക്കും. ബുധൻ്റെ ജാതകപരമായിട്ട് ബുധൻ നീചത്തിൽ ഇരിക്കുന്ന ആൾക്കാർ, വക്രത്തിലിരിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ദോഷസ്ഥാനത്ത് ബുധൻ പാപന്മാരുമായിട്ടൊക്കെ യോഗം ചെയ്തൊക്കെ ഇരിക്കുന്ന ജാതകമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഗണപതി ക്ഷേത്രത്തിൽ ഭഗവാന് മോദക നേദ്യം കൊടുക്കുന്നത് നല്ലതായിരിക്കും. ചെറുപയർ ദാനം ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പച്ചപ്പട്ട്, തുളസിമാല, കദളിപ്പഴം മുതലായവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമൂർത്തി ആരാണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അങ്ങനെയൊക്കെ ചെയ്തായത് പച്ച നിറത്തിലുള്ള അലങ്കാരങ്ങൾ കൊണ്ട് ബുധനെ തൃപ്തിപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറിപ്പോകും. പ്രത്യേകിച്ച് ഗണപതിക്ക് മോദക നേദ്യം, അതുപോലെ മാടൻ തമ്പുരാന് ചെറുപയർ പായസം ആദിയായവയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ബുധൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ട് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു രീതിയായിരിക്കും കിട്ടുക. അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം. നന്ദി.